ഹലോ ഗൈസ്, വെൽക്കം ടു വിആർ കപ്പിൾ. ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വളരെ സ്പെഷ്യലാണ്. അതിന് മുന്നായിട്ട് കണ്ടില്ലേ, കണ്ണൊക്കെ ഉറങ്ങാതെ രണ്ടാൾക്ക് ഉറക്കില്ല. അപ്പോൾ എന്നാലും ഉറങ്ങിയില്ലെങ്കിലും നിങ്ങൾക്കുള്ള വ്ളോഗ് നമ്മൾ മുടക്കരുത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ പറയാം. ആ ബാക്കിൽ കാണുന്ന വീട് ഇതാ, അവിടെ രണ്ടാൾക്കാരും ഇരിക്കുന്നുണ്ട്, അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ആ വീട് ഇത് ഇവളെ വീടാണ്. അപ്പോൾ ബാക്കിൽ കാണുന്ന ആ വീടാണ് ഇവളുടെ പഴയ തറവാടാണത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. അതുപോലെ അച്ഛൻ്റെ കുറേ കഥകളുണ്ട്. വീരശൂര പരാക്രമി അവിടെ പോയി വ്ളോഗ് എടുത്ത്, പക്ഷെ അതിന് ഏറ്റുമാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് വിശദമായിട്ടൊന്ന് പറയാന്ന് വിചാരിച്ച് നമ്മളൊരു പറമ്പൊക്കെ കാണിച്ചെന്നുണ്ട്. അതിൻ്റെ ആ പറമ്പിൻ്റെ ഉള്ളിലുള്ള പഴയ തറവാടാണ്. ഇപ്പോൾ കുറച്ചൊക്കെ പൊളിച്ചു പോയ അവിടുന്ന് പൊളിച്ചില്ലല്ലേ? പഴയ തറവാട് അങ്ങനെ തന്നെയാണ് നിലനിർത്തിയുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി കുറെ കഥകൾ പറയാനുണ്ട്. അത് തീർച്ചയായും പറയണം, കാരണം ഞങ്ങൾ പ്രണയിക്കുന്ന കാലത്തെ അവൾ അവിടെയാണ് താമസിച്ചിരുന്നത്. പിന്നെയാണ് ഈ വീട് ഉണ്ടാക്കിയത്. അപ്പോഴും ഞങ്ങൾ പ്രണയം തുടർന്നിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. അവിടുത്തെ എന്റെ തറവാടും അവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. പിന്നെ തറവാട്ടിക്ക് ഫിറൂനേക്ക് കൊണ്ടുപോകാൻ പറ്റുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ഒരിക്കലും വിചാരിച്ചല്ല എങ്ങനെയൊക്കെ പറഞ്ഞറിയിക്കേണ്ടത്. അതെ, കാരണം അച്ഛന്റെ വീട്ടിലെ പലരും ഞങ്ങളായിട്ട് ഭയങ്കര ബന്ധത്തിലായിരുന്നില്ല. അതാണ് ഞങ്ങൾ ആ വീട്ടിൽ പോകാൻ പറ്റുമെന്ന് ഒരിക്കലും ബന്ധത്തിലൊന്നല്ല. എല്ലാവരും മതി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ലൈക്കും കമന്റൊക്കെ ഇടാൻ മറക്കരുത്. ഓക്കെ, എല്ലാം നിങ്ങള് സെറ്റാക്കുക. അങ്ങനെ ഫ്രണ്ട്സ് ഇരിക്കുന്നതാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഞങ്ങളെ ഷില്ലുട്ടി. രാവിലെ എഴുന്നള്ളിക്കണ് വീടെടുക്കാനാന്ന് പറഞ്ഞ്, എന്നിട്ട് പായസം കുടിച്ചിരിക്കുകയാണ്. അതെ, ഓളി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് ഞങ്ങളെ കുട്ടേട്ടന്മാരുടെ അമ്മ, വല്യമ്മയാണ് ഇപ്പൊ ഒറ്റക്ക് ഇവിടെ ജീവിക്കുന്നത്. കുട്ടേട്ടന്മാരും വരും ഇടക്ക്, ഏട്ടന്മാരും വരും. ഇപ്പൊ ഇവരൊക്കെ വീട് വെച്ച് പോയ കാരണം ഇപ്പൊ വല്യമ്മ ഒറ്റക്കായി ഇവിടെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണിക്കാം. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. വർഷമാണ് അച്ഛൻ 65 വർഷമായി ഈ വീട്. അപ്പോൾ പുള്ളിയാണ് 65 വർഷത്തെ പറയാണ്ട് ഞങ്ങൾക്ക് ഇതില്. മൂത്ത വല്യച്ഛന്റെ അമ്മ, അല്ല അമ്മല്ല, ഭാര്യ. സോറി ഗൈസ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാണ് മുൻവശം. ഫസ്റ്റ് തന്നെ കാണിക്കാം. ഇത് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ എത്ര പണ്ട് വരെ ഇരുന്ന് ഫുഡ് കഴിക്കുക, സദ്യ, ചോറ്. പിന്നെ ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഇത് പിന്നെ ബാത്റൂമൊക്കെ ആക്കി ഇവിടെ അല്ലേ പൊളിച്ച്. അപ്പൊ ഇവര് പിന്നെ ആ കിച്ചണിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുക. ആ ഓർമ്മകളൊക്കെ എല്ലാം ചെറുതില് പണ്ടത്തെ. അപ്പൊ ആ ഒരു ഇതാണ്. നല്ല രസമാണ് ഇവിടുത്തെ പുറത്തിങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ. മഴയാണെങ്കിലും എടുക്കാനും വെയിലാണെങ്കിലും ഒക്കെ ഇരിക്കാനും ഒക്കെ നല്ല സുഖമാണ്. ചെറിയ കുട്ടികളൊക്കെ എല്ലാരും ഇവിടെ തന്നെ കൂടുതൽ. അതെ അതെ അച്ഛന്റെ കട്ടിലാണിത്. മെയിനായിട്ട് ഇവിടെ ഉണ്ടാവും. അങ്ങനെ നേരെ വിളിച്ചായാല് അച്ഛൻ ഇവിടെ വന്നിട്ട് കിടക്കും. പിന്നെ രാത്രിയാണ് അവിടേക്ക് പോകുള്ളൂ. കാരണം ആൾക്കാർക്ക് അച്ഛമ്മ ഉണ്ടാവില്ല ഇവിടെ. ഇല്ല, അച്ഛമ്മ വരും, ഇരിക്കും, കിടക്കൂല, അത്ര തന്നെ സംസാരിക്കൊക്കെ. അച്ഛൻ പക്ഷെ ഇവിടെ തന്നെ കിടക്കാൻ അങ്ങോട്ട് പോകുള്ളൂ. അച്ഛന്റെ കുറെ കഥകളുണ്ട്, അത് ലാസ്റ്റ് പറയാ. പലരും ഈ വീടിന്റെ ഇവിടെ വന്നിരുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കലുണ്ട്. ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ അശ്വതി ഇവിടെ വന്നിട്ടാണ് പ്രഗ്നൻസി ഷൂട്ടൊക്കെ നടത്തിയിട്ടുള്ളത്. പഴയ തറവാടായ നല്ല രസമാണ് കാണാൻ. അപ്പൊ ഞങ്ങള് വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഒപ്പം ക്യാമറാമാൻ മാനി കേൾക്കോ. നിങ്ങൾ എന്തേലും സപ്പോർട്ട് ചെയ്തിട്ട് എന്തേലും കിട്ടണമെങ്കിൽ ജില്ലുവിന് കൊടുക്കും. അപ്പൊ നിങ്ങള് സപ്പോർട്ട് ചെയ്യാ. തന്നില്ലെങ്കിൽ ഞാൻ ചോദിച്ചാറുണ്ട്. ഞങ്ങള് പൂമുഖം എന്നാണ് പറയാ. ഇപ്പത്തെ ജനറേഷനിൽ ടാബ്ലൊക്കെ ഇട്ട് കഴിക്കുന്നു അല്ലേ? സത്യവല്യച്ഛൻ നടന്ന വീടല്ലേ, സ്ഥലാണിത്. ഇതാണ് മൂത്ത വല്യച്ഛൻ, കുട്ടേട്ടന്മാരുടെ അച്ഛൻ. പണ്ടൊക്കെ ഇവിടെ 9 മക്കളാണ്. ഈ മക്കളും പേരക്കുട്ടികളും എല്ലാരും വന്ന ഉമ്മാർത്തൊക്കെ കിടക്കലില്ല. ഇവിടൊക്കെ പായ വിരിച്ചിട്ട് അടക്കം ആണുങ്ങളൊക്കെ മക്കളല്ലായിരുന്ന ഒരാൾ കൂടി
ഒരാളെ കുട്ടിണ്ട്. 8 മക്കളാണ്. അപ്പൊ അത് ആദ്യം മുതൽ പറയണ്ട. ഇതിടണോ? ഇതിടണോ? 8 മക്കളാണ്. 8 മക്കളും അവരുടെ പേരക്കുട്ടികളും എല്ലാരും കൂടുമ്പോ അച്ഛനും മാമന്മാരൊക്കെ ഇവിടെ കെടുക്കണമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ചെറുപ്പത്തിലെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ഇങ്ങനെ കൃഷ്ണന്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വിളക്കും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ. ഈ സംഭവം കൊറേ കാലം മുന്നേ ഇതിനൊന്ന് കളറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കൊറേ വർഷമായില്ലേ? ഈ ക്ലോക്കും ജാമാന്റെ അടുത്തുള്ളതാ. പിന്നെ ഇതാണ് പൂമുഖവാതിൽ എന്ന് പറഞ്ഞ പാട്ടിന്റെ വാതിൽ. ഇനി കടന്നു വരൂ, എല്ലാരും ഇങ്ങോട്ട് വരൂ. നമ്മളെ പഴയ കാലത്തെ TV ഇന്റോടൊക്കെ ഉണ്ടായിരുന്ന ഈ TV പഴയതന്നെ, അത്ര പഴയതല്ല എന്നാലും. ഇത് ഇവിടത്തെ ഫസ്റ്റത്തെ TV ഇതല്ല. ഇതിപ്പോ ഇവര് ഇവിടെ സെറ്റ് ചെയ്യണം. ഈ റൂം ഫസ്റ്റ് പറയും. ഇത് എന്റെ അച്ഛന്റെ അച്ഛമ്മടി റൂമാണ്. അങ്ങനെ അവരാണ് ഇവിടെ കിടക്കുക. ഞാൻ കാണാത്ത അച്ഛനും അമ്മയും. രാത്രിയൊക്കെ എനിക്ക് ഒറ്റയ്ക്ക്, ഞങ്ങള് റൂം മുകളിലായോണ്ട് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയിരുന്നു. അപ്പൊ ഞാൻ അവരെപ്പോ ഇവിടെ കിടക്കും. എത്ര വലുതായിട്ടും ഞാൻ ഇവിടെ കിടന്നിരുന്നു. വരേറ്റ് ഇവിടെ കിടക്കും. എന്നിട്ട് പിന്നെ അച്ഛനും അമ്മയും മോളിക്ക് പോകുമ്പോഴേ ഞാൻ കൂടെ പോവുള്ളൂ. എനിക്ക് പേടിയാവുമ്പോഴൊക്കെ പിന്നെ ഇവിടെ കിടക്കും. അപ്പൊ എനിക്ക് ഓർമ്മയാ, ഞാൻ ഉറക്കം വന്നിട്ട് വന്ന് കിടക്കണേലും അച്ഛമ്മ കഥ പറഞ്ഞിട്ട് എനിക്ക് ഓർക്കലില്ല എന്നൊക്കെ വായ പൊത്തണോ ലാസ്റ്റ്. അങ്ങനെ കിടക്കണ എനിക്ക് ഓർമ്മ ഉണ്ട്. പിന്നെ അച്ഛനും അച്ഛമ്മയും ഒക്കെ ഇവിടെ തന്നെ ഇരുന്ന്. അവിടെ ഇരുന്ന് ലാൻഡ് ഫോൺ ഇരുന്നിരുന്നു. അതെ, അവിടെ ലാൻഡ് ഫോൺ ഇരുന്നിരുന്നു. അച്ഛൻ തൊടാൻ സമ്മതിക്കില്ല. ഇവിടെ അച്ഛന്റെ പെട്ടി ഇവിടെ യൂസ് ചെയ്യാനൊന്നും പറ്റലില്ല കേട്ടോ. കാരണം അതിന്റെ ലോക്ക് പൊട്ടിക്കണമെങ്കിൽ അച്ഛൻ വരണം. അച്ഛ ഫോണൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു ഫോണൊന്നും യൂസ് ചെയ്യാൻ. അച്ഛന്റെ പെട്ടി വിടലായിരുന്നു. ആർക്ക് വേണേലും ഇങ്ങോട്ട് വിളിക്കാം പാടില്ല. അതന്നെ, ആർക്ക് വേണേലും ഇങ്ങോട്ട് വിളിക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ച് ഫോൺ ബില്ല് കൂട്ടാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ അച്ഛന്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. കാണല്ലേ ഈ ഹോളില് ഇന്നിപ്പോ ഇത് കാണുമ്പോ നമുക്ക് ചെറുതായ പോലെ തോന്നും. അതൊക്കെ ഒരു നമുക്ക് കൊറേ കാലത്തിന് ശേഷം കാണണോണ്ടാന്ന് അറിയില്ല. ഇവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഒരു കസാര ഇടും. എന്നിട്ട് ഇവിടെ അച്ഛമ്മക്ക് സിനിമ കാണായിരിക്കും. അച്ഛമ്മ നീറ്റാല് ഞങ്ങൾ ആർക്കെങ്കിലും ഇരിക്കാനുള്ള ഒരു അടിപിടിയോ അങ്ങനെ. അത്ര നീറ്റായിരിക്കണല്ലോ. പണ്ട് സൗമ്യ ചേച്ചിയൊക്കെ ഉള്ളപ്പ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തമാശക്ക് പറഞ്ഞിട്ട് അന്ന ആരെങ്കിലും വിളിക്കണ്ടെന്നൊക്കെ പറയും. അപ്പൊ നമ്മള് നീറ്റ് അടുത്താള് വന്നിരിക്കുക. അങ്ങനത്തെ ഒക്കെ ഉള്ള വൈബാളായിരുന്നു. പിന്നെ ഇവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ട് ഈ ബെഞ്ചുമേ എല്ലാവരും നേർന്നിരിക്കും. പിന്നെ അവിടെ ഒരു കസാരയും ഒരു ഇതൊക്കെ ഇട്ടിട്ട് അവിടെ വല്യച്ഛനൊക്കെ TV കാണാൻ വേണ്ടി ഇരിക്കും. ചിലപ്പോ ഇവിടെ ഇവിടെ ഒക്കെ ഇരുന്നിട്ട് ഞാൻ സിനിമ കാണാം. ഇവിടെ ഇരുന്നിട്ടായിരുന്നു പണ്ട് ചേച്ചിയുടെ സ്കൂളത്തെ ഡാൻസ് കിടക്കൊക്കെ ചെയ്യും. സിനിമ സിനിമ എന്ന് പറയാൻ പറ്റില്ല, സീരിയലാവും. ചിലപ്പോ പിന്നെ ഈ റൂമിൽ കിടന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കാണാം. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇവിടത്തെ ഓർമ്മകള് TV കാണുന്നതും പിന്നെ ഫുഡ് കഴിക്കൊക്കെ ഇവിടെ. ഇതിനെന്തായിരുന്നു പറഞ്ഞ ഇടനാഴി. ഇത് പടിഞ്ഞാറ്റി. ഇത് പടിഞ്ഞാറ്റി ഞങ്ങള് പറയാ. അത് അച്ചമ്മയുടെ ഒരു വെട്ടിയാണ്. ഇപ്പൊ അച്ചമ്മയുടെ സാധനങ്ങളല്ല. ഇത് പണ്ടത്തെ ആ മരപ്പെട്ടി കാണിച്ചെന്നുള്ളൂ. ഇത് പടിഞ്ഞാറ്റി പറഞ്ഞ സ്റ്റോർ റൂം പോലെ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ആരും അരിയും സാധനങ്ങളും അങ്ങനെയൊക്കെ ഫ്രിഡ്ജൊക്കെ അവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്യല്. നെക്സ്റ്റ് ഇവിടെ ടോർച്ചടിക്കോ അറിയാത്ത ഇവിടുന്ന് എനിക്ക് ഷോക്ക് അടിച്ചിട്ടില്ല. ഞാനിപ്പോഴേക്ക് സ്വിച്ചിടാനുള്ള ഒരു റൂം. പക്ഷെ ഇവിടെയും അച്ഛനും അച്ഛമ്മേനെ കിടന്നിരുന്നത്. കൊറേ കഴിഞ്ഞപ്പോ അവര് ഇങ്ങണ്ട് മാറി അവരിവിടെ കിടക്കല് തുടങ്ങി അല്ലേ. അത് ഇങ്ങനെയല്ല കട്ടിലിട്ട് കുട്ടിയേട്ടൻ വന്നോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കട്ടിലിട്ടേക്കുന്നത്. അലമാരൊന്നും ഇല്ല ഇതിന്റെ ഉള്ളിൽ. കട്ടിൽ ഇങ്ങനെ ഇടും. അപ്പൊ ഇവിടെ സ്പേസ് ഉണ്ടാവും. അന്ന് ഈ കട്ടിലാവില്ല അല്ലേ? ഈ കട്ടിലല്ലല്ലോ. കട്ടിൽ ഇങ്ങനെ ഇടും.
ഒന്നുകൂടെ സ്പേസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇടുന്ന സമയത്ത്. ഇതിപ്പോ കുറച്ച് സ്പേസ് ഇങ്ങനെ ഇടും, അലമാരയൊന്നും ഇല്ല, അപ്പൊ ഇവിടെയൊക്കെ സ്പേസ് ഉണ്ടല്ലോ. ഇവിടെ അമ്മമ്മയുടെ മരുന്നൊക്കെ ഇവിടെയാണ് വെച്ചിരുന്നത്. നമുക്ക് സെറ്റ് ആക്കും. അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ ഇവിടെ അച്ഛനും അച്ഛമ്മേനെ എന്നെയായിട്ട് ഇവിടെ വന്ന ഭയങ്കരമായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത്. പിന്നെ ഇത് തുറന്നാല് അടുക്കളയില് വരുമ്പോ നമ്മൾ ഓരോരുത്തര് ഫുഡ് കഴിക്കാൻ വരും, ഓരോരുത്തർക്ക് ആവശ്യമുള്ള എടുക്കുക. കൂട്ടുകുടുംബായിരുന്നല്ലോ ഇവിടെ, അപ്പൊ അങ്ങനെ ഒരു വൈബ്. ഞാനങ്ങനെ ജീവിച്ചില്ല, ഇവിടെ ജീവിച്ച പരിചയം. എല്ലാരും കൂടിയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഫുഡ് കഴിക്കാൻ വരും എല്ലാരും. അടുപ്പൊക്കെ എവിടെ? അവിടെ അന്നും അവിടെ തന്നെ ഇവിടെ സ്റ്റൗ വെച്ചിരുന്നതാണ്. ഇത് ഉണ്ടാക്കിയതല്ലേ അടുക്കള. അന്ന് അടുപ്പ് ഇവിടെ ഇരുന്നേ, പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ചാച്ചി കെട്ടിയിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കും. അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇത് ഉണ്ടാക്കിയപ്പോ പിന്നെ ഇവിടെ ചാച്ചി കെട്ടിയിട്ട് ഇവിടെ ഇരുന്ന് അടുപ്പ് ദോശയൊക്കെ ഉണ്ടാക്കും അമ്മ ഒക്കെ. രാവിലെ അമ്മയും വല്യമ്മൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങള്. അത് കഴിഞ്ഞ ഇവിടെ വല കെട്ടിയിട്ട് ഇരിക്കും ഞാൻ എപ്പോഴും പറയണാണ്, ചായ കുടിക്കാൻ വല കെട്ടിട്ട് ഇരുന്നിട്ട് ചായ കുടിച്ചിട്ട് അത് ചായ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ഞാൻ അപ്പ തട്ടും. അങ്ങനെ ഇരുന്നേ എന്റെ കാലം എങ്ങനെയെങ്കിലും അവിടെ എത്തും, അത് തട്ടി മറിച്ചിടും. അവിടെ ഇരുന്ന് ടാങ്കി ഇരുന്നിരുന്നു, ടാങ്കി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇവിടെ ഇതുപോലെ തന്നെ ഒരു ബെഞ്ച് തന്നെ ആയിരുന്നു. ഈ ബെഞ്ചിന്റെ ഇരിക്കും അച്ഛമ്മയാണ് മെയിന്. ഈ ബെഞ്ച് തന്നെ അല്ല ബെഞ്ച് ഇതല്ലല്ലോ വല്യമ്മ, അവര് ചെറിയ ബെഞ്ചായിരുന്നു. ഇവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ട് അച്ഛമ്മ ഇവിടെ ഇരിക്കും. അപ്പൊ അച്ഛമ്മ രാവിലത്തെ ഫുഡൊക്കെ ഇവിടെ തന്നെ കഴിക്കും. അച്ഛമ്മ ഇവിടെ ഇരുന്ന് ചോറ് കഴിക്കും. ഉച്ചക്കൊക്കെ ഞങ്ങൾ ഇവിടൊക്കെ തന്നെ എല്ലാരും കൂടി ഇരുന്നിട്ടും അല്ലെങ്കിൽ TV കാണുന്നിടത്ത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കഴിച്ചിരുന്നത്. അപ്പൊ അതൊക്കെയാണ് ഇവിടത്തെ ഓർമ്മകള്. കുട്ടികളൊക്കെ വന്ന പടിഞ്ഞാറേ കോലായില് മെയിനായിട്ട് സബ്ജക്ട് വരുന്ന മേലെയാണ്. മേലെ അടിച്ചു വാരിയിട്ടൊന്നുമില്ല. മേലെ ഇവിടെ യൂസ് ചെയ്യാത്ത കാരണം ക്ലീൻ ചെയ്തിട്ടിട്ടില്ല. വല്യമ്മ മാത്രമേ വല്യമ്മക്ക് വയ്യാത്ത കാരണം, വല്യമ്മ ഒറ്റയ്ക്കല്ലേ, വല്യമ്മക്ക് വയ്യാത്ത കാരണം ക്ലീൻ ചെയ്തിട്ടിട്ടില്ല. ഏട്ടന്മാരാണെങ്കിൽ ജോലിക്ക് പോവാണ്. അപ്പൊ അവർക്ക് ഒഴിവുള്ളപ്പോ ഒക്കെ അവര് ക്ലീൻ ചെയ്തിടാറുണ്ട്. അതാണ് വല്യമ്മ പറയുന്നത്. ഇതിൽ കൂടെ ഒക്കെ ഞാൻ ചാടി ഓടി കയറിയായിരുന്നു. ഇപ്പൊ ചാടി ഓടിക്കാനോ ധൈര്യമില്ലോ. ഞാൻ കേറട്ടെ, ഞാൻ തോന്നുന്നു. ഇപ്പൊ ഇവിടെ ഒബ്ബായികളാണ് താമസിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ ഈ റൂം ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് കാണിച്ചാ മതി. പക്ഷെ ഇവിടുന്ന് കഥ പറയാൻ എന്താന്ന് വെച്ചാല്, ഞങ്ങള് പ്രണയം തുടങ്ങിയിട്ട് ഇവിടുന്നാണ് വിളിക്കുക. എനിക്ക് ഇവിടെ ഈ റൂമിൽ ഈ റൂമാണ് ഇവിടെ റൂം. അച്ഛനും അമ്മയൊക്കെ ഇവിടെ. അപ്പൊ അച്ഛനും അമ്മക്ക് അടിയിലുള്ളപ്പോ ഇവിടെ മേലെ വന്നിട്ട് പഠിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിളിക്കും. അങ്ങനെ കുറുകും. അങ്ങനെ ഒരുപാട് കോൾ ചെയ്തുള്ള ഈ റൂമിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാണ് ഞാൻ സ്പെഷ്യലാന്ന് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ സംസാരിക്കുക. അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ അന്ന് എനിക്ക് വിളിച്ചിരുന്നത്. അന്നും ആർക്കും അറിയാത്ത സംഭവമാണ്. ഇപ്പൊ അപ്പൊ എല്ലാരും അറിയിക്കാനോ ഇപ്പൊ കഴിഞ്ഞു പോയില്ലല്ലോ. ഇതാണ് റൂം അല്ലേ മെയിൻ? ഞങ്ങളെ റൂം ഇവിടെ കട്ടിലും അലമാരിയും ഒക്കെ അല്ലേ സെറ്റ്. ഈ റൂം കുറച്ച് വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് ഈ റൂം അത്രയും സ്പെഷ്യലാണ്. എനിക്ക് ഇന്നും ഓർമ്മ വരുന്ന ആ കോളിങ്ങും. അന്ന് അത്ര റിസ്ക് എടുക്കുള്ളൂ അങ്ങനെ വിളിക്കാനൊക്കെ. പിടിക്കപ്പെടാണ്ട് എത്രയോ വർഷങ്ങളോളം ഇവിടെ എനിക്ക് വിളിച്ചിട്ടുണ്ട് ഈ റൂമിൽ നിന്ന്. പിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവസാന കാലഘട്ടത്തിലാണ്. പിന്നെ ഇങ്ങോട്ട് വീട് മാറിയല്ലേ. 2 വർഷമൊക്കെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടോ? ശരിയാ. പിന്നെ വീട്ടിലേക്ക് മാറി. അത് ശരി, കറക്റ്റ്. എന്നാലും ഭയങ്കര സ്പെഷ്യലാണ് ഈ റൂം. ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ ഇതെന്താ ഇവിടെ? സൗമ്യ ചേച്ചിയുടെയും ബാലമാമന്റെ അവരിവിടെ ഉണ്ട്. അവര് ഞങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പള്ള വല്യമ്മ ഇവരൊക്കെ കോഴിക്കോടാ താമസിച്ചിരുന്നത്. 2 റൂം ഇവിടെ അല്ലേ? ഞങ്ങളിവിടെ അച്ഛനും അച്ഛമ്മയും താഴെ. ഇതിന് ഇതൊന്നും ഇല്ല, ഇങ്ങനെ ഓപ്പണാ ഉണ്ടായിരുന്ന അമ്മയുടെ ഒക്കെ ചെറുപ്പത്തിൽ ഞങ്ങക്ക് ശീലായില്ലേ. ഇവിടെ വല്യച്ഛനും വല്യമ്മയും കൊടുക്കലുണ്ട് പായിട്ടിട്ട്. ഇവിടെ ബെഡൊക്കെ വിരിച്ചിട്ട് അവരിവിടെ കൊടുക്കലുണ്ട്. അവിടെ കലമാരിയൊക്കെ വെച്ചിരുന്നു ആ മുക്കിലൊക്കെ. ഇപ്പൊ ഇവിടെ ഒന്നും യൂസ് ചെയ്യണില്ലല്ലോ അങ്ങനെ. പിന്നെന്താ
പിന്നെ പറയാനുള്ളത് ഇതിന്റെ ഇനി ഭാഗമായിട്ട് പറയാനുള്ള അച്ഛനെ പറ്റി 2 വാക്ക് അതൊക്കെ ഇറങ്ങിട്ട് പറയാം ഗൈസ്. അവസാന ലോകവും ഇതിനകത്ത് കൂടെ നോക്കിയാല് ഇപ്പത്തെ ചേച്ചിയുടെ വീടൊക്കെ കാണാം. അതാ കാണണം. വണ്ടി പടിയുമ്പോ കൂടെ ഞാനിങ്ങനെ നല്ല ചാടി ഓടി ഇപ്പൊ ചാടി ഓടിച്ച് നിലത്തെടുക്കണ്ട. അതാണ് മണിയല്ലേ. ഇവിടെ മണിയുണ്ട്. ഇവിടെ വന്ന മണിയാണ് അടിക്കുക. തറവാടായോണ്ട് അതിലൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ക്യാമറാമാൻ ഇങ്ങോട്ട് വരും. ഇവിടെ ഇരിക്ക്. ഈ സ്ഥാനത്തായിരുന്നു അച്ഛന്റെ കട്ടിൽ ഇട്ടിരുന്നത്. ഇത് അച്ഛന്റെ കട്ടിലല്ല, ഇത് വല്യമ്മക്ക് ഗവൺമെന്റ് കൊടുത്തതാണ്. സ്ട്രോക്ക് വന്നതിന് ശേഷം കട്ടില്. അപ്പൊ ആ കട്ടിലാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് അല്ല, മനസ്സിൽ ഉറപ്പിച്ചിട്ട് അല്ല, അങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് അച്ഛന്റെ കട്ടിന്റെ അടുത്ത്. അച്ഛൻ ഭയങ്കര സംഭവമായിരുന്നു. ഞാൻ കേട്ടുള്ള കഥകളാണ്. മാമ്പ്ര തറവാട് അവിടുത്തെ ഒരു പ്രമാണി. പിന്നെ പണ്ട് ഇവിടെ വല്ല കേസുകളും അതും ഇതൊക്കെ വന്ന ഇവിടെ വെച്ചിട്ടാണ് തീരുമാനിക്കുക. പാർട്ടിയുടെ മെയിൻ ആളായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ. അച്ഛൻ നേരത്തെ പറഞ്ഞു ഒളിച്ചിരുന്ന കാലഘട്ടത്തൊക്കെ ഉണ്ട്. അന്ന് മാർക്സിസ്റ്റുകാരൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം പോലീസ് നോട്ടിട്ടിട്ട്. അന്ന് ഇവര് ഇവിടെ ഒളിച്ചിരുന്ന കാലഘട്ടം ഉണ്ട്. അങ്ങനെ കുറെ പൊരുതിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടപ്പോഴും മാർക്സിസ്റ്റിന്റെ ആൾക്കാരും ഞങ്ങളെ വീട്ടില് അച്ഛന്റെ ഓർമ്മയ്ക്ക് ഒരു മാവും തൈ അവര് ഏതാ അതവിടെ. പിന്നെ എന്താണ് അവര് അച്ഛൻ എപ്പോഴും പറയൂ അത്ര ചില്ല പറഞ്ഞത്. എന്താ പറയാ, വോട്ട് ചെയ്യാൻ പോകുമ്പോ മറ്റേ കതിരിന്റെ മേലെ തന്നെ കതിരിന്റെ മേലെ തന്നെ തൊട്ടത്. പാർട്ടിയുടെ ചിഹ്നത്തിന്റെ മൂപ്പർക്ക് ഭയങ്കര എത്ര വയ്യെങ്കിലും വോട്ട് ചെയ്യാൻ ഇവിടുന്ന് ഭയങ്കര ഇഷ്ടാണ്. അത് മാത്രല്ല ഇവിടെ ഉള്ളവരൊക്കെ തിരക്ക് കൂട്ടിയിട്ട് വോട്ടിന് പോവാൻ പറഞ്ഞിട്ട് ഭയങ്കര തിരക്കാവും. എന്റെ അമ്മയൊക്കെ ആ പാർട്ടിന്ന് മാറിയിട്ടില്ല. കാരണം ഇവർക്ക് ചെറുപ്പം മുതൽ ഇൻജക്ട് ചെയ്യണ ആ പാർട്ടി അല്ലേ. ഇവിടെ പാർട്ടി മീറ്റിംഗ് നടക്കുമ്പോഴൊക്കെയാണ് അമ്മ കളിക്കാൻ പോവുക. അതുവരെ അച്ഛൻ വിടില്ല. മുങ്ങ ഒരുപാട് ഓർമ്മകളുടെ ഇവിടെ. എത്ര ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് ശരിയാണ്. ചായ ഉണ്ടാക്കുമ്പോ ശരിയാണ്. അങ്ങനെ ഒരുപാട് ചായ കുറെ ആൾക്കാര് പാർട്ടി മെമ്പേഴ്സ് ഇരുന്ന സ്ഥലവും ഇത്. അവർക്ക് അറിയണ്ടാവും ഇത് കാണുമ്പോ. അവരൊന്നും ഇപ്പൊ ഉണ്ടാവില്ല. ഉള്ളൊരു അപൂർവം ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. കൊറേ ആൾക്കാർക്ക് പറഞ്ഞ് കഥകൾ അറിയുന്നുണ്ടാവും. അവര് പറഞ്ഞിട്ട് അച്ഛനെ പറ്റിട്ട് അങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ അതാണ് ഇവിടുത്തെ ഓർമ്മകള്. പക്ഷെ അച്ഛനെ ഇപ്പൊന്നും കാണാൻ പറ്റും. അച്ഛന്റെ ഫോട്ടോ ഞാൻ കണ്ടിരിക്കണ്. അച്ഛൻ കാണിച്ചു തന്നു. ശരിയാണ്, ഫോട്ടോ കാണിച്ചു. അങ്ങനത്തെ കഥകളൊക്കെ ഇന്നിപ്പോ ഇങ്ങനെ ശില്ലൊക്കെ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു.